ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ദി ഹാപ്പി പ്രിൻസ് എന്ന 4th യൂണിറ്റിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ സ്റ്റോറിയുടെ താഴെയായിട്ട് ലെറ്റസ് റിവൈസ് ദി സ്റ്റോറി എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദി swallows friends had gone away to Egypt to save themselves from the approaching winter. Why do you think the swallow alone was left behind? swallowയുടെ ഫ്രണ്ട്സ് എല്ലാവരും എന്താണ് ഈ വരാനിരിക്കുന്ന വിൻ്ററിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും തന്നെ ഈജിപ്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ swallow മാത്രം എന്താണ് ഇപ്പോഴും അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഈ swallow മാത്രം ഇവരുടെ കൂടെ അവിടെ എത്താതെ ഇങ്ങനെ പുറകിലായിട്ടുണ്ടാവുക? അതിനുള്ള കാരണം എന്താണെന്നാണ് എഴുതേണ്ടത്. From the story, we can understand that the swallow is very kind and has a good heart. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ swallowയ്ക്ക് എന്താണ്, ആ swallow ഭയങ്കര ദയാലുവാണ്, അതുപോലെ തന്നെ നല്ലൊരു ഹൃദയവും അതിനുണ്ട്. The swallow might have been helping somebody who was in need when friends flew to Egypt. That could be the reason why the swallow alone was left behind. ഫ്രണ്ട്സ് എല്ലാവരും ഈജിപ്തിലേക്ക് പോയ സമയത്ത് ഈ swallow ആരെയെങ്കിലും സഹായിക്കാനായിട്ട് നിന്നിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ടായിരിക്കും മറ്റുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടും swallow ഇങ്ങനെ പുറകിലായത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Sorrow was not allowed to enter the palace. What picture do you get about the palace of the prince from these words? ഇവിടെ പറയുന്നുണ്ട് അല്ലേ, സോറോ ദുഃഖത്തിന് ആ പാലസിലേക്ക് പ്രവേശനമില്ല, അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ പ്രിൻസ് ജീവിച്ചിരുന്ന ആ പാലസിനെ കുറിച്ച് കിട്ടുന്ന ഒരു രൂപം എന്താണ് ആ പാലസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ദി ഹാപ്പി പ്രിൻസ് ലിവ്ഡ് ഇൻ എ പാലസ് വേർ ഹി ഗോട്ട് എവറിത്തിങ് ഹി വിഷ്ഡ് ഫോർ, ഹാഡ് ഓൾ ദി കംഫർട്ട് ആൻഡ് ഹാപ്പിനെസ്. ഹാപ്പി പ്രിൻസിൻ്റെ ആ പാലസിൽ എങ്ങനെയായിരുന്നു? യെസ്, അവിടെ ഹാപ്പി പ്രിൻസ് ആഗ്രഹിച്ചതെല്ലാം അവിടുന്ന് ലഭിച്ചിരുന്നു അല്ലേ. അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. എവറിത്തിങ് എബൌട്ട് ഹിം വാസ് ബ്യൂട്ടിഫുൾ. അവന് ചുറ്റുമുള്ളതെല്ലാം എന്താണ്, ഭയങ്കര സുന്ദരമായിട്ടാണ് ഫീൽ ചെയ്തത്. ദസ് ഹി നെവർ ന്യൂ വാട്ട് സോറോ വാസ്. അതുകൊണ്ട് തന്നെ ദുഃഖം എന്ന് പറയുന്നത് എന്താണെന്ന് അവന് അറിയില്ലായിരുന്നു. ഹി തോട്ട് ദാറ്റ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഔട്ട്സൈഡ് ദി പാലസ് വാസ് ഓൾസോ സെയിം. അതുപോലെ അവൻ ചിന്തിച്ചിരുന്നത് ഈ പാലസിന് പുറത്തുള്ള ആളുകളുടെ ജീവിതവും ഇതേപോലെ തന്നെയാണെന്നാണ്. ഓൺലി വെൻ ഹി ബിക്കേം എ സ്റ്റാച്യു ആൻഡ് ലുക്ക്ഡ് എറൗണ്ട് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ലൈഫ് വാസ് ഫിൽഡ് വിത്ത് സോറോ ആൻഡ് നോട്ട് ഓൾവേസ് ഹാപ്പിനെസ്. പിന്നീട് ഒരു സ്റ്റാച്യു ആയി മാറി ചുറ്റും നോക്കി കണ്ടപ്പോഴാണ് അവന് മനസ്സിലായത് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടുള്ളതല്ല, അതിലൊരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതാണെന്ന്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, വി swallows fly far too well for that. What did the swallow mean by these words? swallow പറയുന്നുണ്ട്, ഞങ്ങൾ swallowകൾക്ക് വളരെ ഉയരത്തിൽ നന്നായി പറക്കാൻ കഴിയുമെന്നല്ലേ. ഈ ഒരു വേർഡിലൂടെ എന്താണ് swallow ഉദ്ദേശിക്കുന്നത്? ദി swallow mean that swallow can fly fast and high up in the sky. swallow ഉദ്ദേശിക്കുന്നത് എന്താ? swallowക്ക് വളരെ ഉയരത്തിൽ വളരെ വേഗത്തിൽ പറക്കാനായിട്ട് കഴിയുമെന്നാണ് അല്ലേ. ദിസ് വാസ് ടോൾഡ് വെൻ ഹി മെൻഷൻഡ് അബൌട്ട് ദ 2 rude boys who threw stones at him. But these stones did not hit him as he could escape and fly high up in the sky. ഓക്കെ, ഇതെപ്പോഴാണ് പറഞ്ഞത്? ആ 2 ബോയ്സ് swallowക്ക് നേരെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തപ്പോഴാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ്, അപ്പോൾ അവർ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ഈ swallowക്ക് ഉയരത്തിൽ വേഗത്തിൽ പറക്കാൻ കഴിയുന്നത് കാരണം ആ കല്ല് swallowയുടെ മേലെ തട്ടിയിട്ടില്ല അല്ലേ.
നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻ ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി ദ സ്വാലോ വാസ് നോട്ട് റെഡി ടു സ്റ്റേ വിത്ത് ദ പ്രിൻസ്. ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ ആ സ്വാലോ ആ പ്രിൻസിൻ്റെ കൂടെ അവിടെ നിൽക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു അല്ലേ? വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ദ സ്വാലോസ് ക്യാരക്ടർ ആസ് ദി സ്റ്റോറി പ്രോഗ്രസ്? ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വാലോയുടെ ക്യാരക്ടറിൽ, സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകൾ സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദി സ്വാലോ വാസ് കൈൻഡ് ആൻഡ് ഗുഡ് അറ്റ് ഹേർട്ട്. അതല്ലേ, സ്വാലോ ഭയങ്കര ദയാലുവാണ്, അതുപോലെ നല്ല ഒരു ഹൃദയമാണ് സ്വാലോക്ക് ഉള്ളത്. So, when the prince became sad, the swallow felt sorry and decided to stay and help him. അതുകൊണ്ടാണ് ആ പ്രിൻസിന് സങ്കടമായപ്പോൾ സ്വാലോ എന്താണ് പ്രിൻസിൻ്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചത്. As days went by, he loved the prince deeply and never left him. ദിവസങ്ങൾ കഴിയും തോറും ആ സ്വാലോക്ക് പ്രിൻസിനോടുള്ള ഇഷ്ടം കൂടുകയും പിന്നീട് പ്രിൻസിനെ വിട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? സോ ദി സപ്പോർട്ടിംഗ് സെൻറ്റൻസുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി കോൾഡ് ഹിയർ ഹി സെഡ്, ബട്ട് ഐ വിൽ സ്റ്റേ വിത്ത് യു ഫോർ വൺ നൈറ്റ് ആൻഡ് ബി യുവർ മെസ്സഞ്ചർ. ഓക്കെ, ഇറ്റ് ഈസ് ഇവിടെ ഭയങ്കര തണുപ്പാണ്, എന്നാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, ഈ ഒരു രാത്രി നിൻ്റെ കൂടെ നിൽക്കാം, നിൻ്റെ മെസ്സഞ്ചർ ആകാം എന്ന് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഐ വിൽ വിത്ത് യു ഹിയർ വൺ നൈറ്റ് ലോങ്ങർ സെഡ് ദ സ്വാലോ, ഷോൾ ഐ ടേക്ക് ഹിം അനദർ റൂബി? എന്താ പറയുന്നത്? യെസ്, ഒരു രാത്രിയും കൂടി ഞാൻ ഇവിടെ നിൽക്കാം, ഞാൻ ഒരു റൂബിയും കൂടി കൊണ്ടു കൊടുക്കണോ എന്ന് പറയുന്നുണ്ട് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ഐ കനോട്ട് പ്ലക്ക് ഔട്ട് യുവർ ഐ, യു വുഡ് ബി ക്വൈറ്റ് ബ്ലൈൻഡ് ദെൻ. എന്താ പറയുന്നത്? യെസ്, നിൻ്റെ കണ്ണ് അവിടുന്ന് പ്ലക്ക് ചെയ്യാൻ, അവിടുന്ന് എടുക്കാനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇതും കൂടി എടുത്താൽ നീ അന്ധനാവൂലേ എന്ന് പറയുന്നുണ്ട് അല്ലേ? Then next one, you are blind now, he said, so I will stay with you always. എന്താണ്? നീ ഇപ്പോൾ അന്ധനായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഇവിടെ സ്റ്റേ ചെയ്യാം, ഇവിടെ നിൽക്കാമെന്ന് പറയാം. നെക്സ്റ്റ്, whose sacrifice is greater, the princess or the swallows? ഇവിടെ ഈ സ്റ്റോറിയിൽ ആരുടെ സാക്രിഫൈസ് ആണ്, ആരുടെ ത്യാഗമാണ് ഏറ്റവും വലുതെന്നാണ് ചോദിക്കുന്നത്. പ്രിൻസിൻ്റെ ആണോ അതോ സ്വാലോയുടെ ആണോ? യെസ്, ആരുടെയാണോ? യെസ്, നമുക്കറിയാം അല്ലേ, സ്വാലോയുടെ ആണ്. ഓക്കെ, എങ്ങനെ എഴുതാം? ഇൻ ദി സ്റ്റോറി വി ക്യാൻ സീ ദാറ്റ് ദ സ്വാലോ വാസ് ഇൻ എ ഹറി ടു ജോയിൻ ഹിസ് ഫ്രണ്ട്സ് who had flown to Egypt to escape the approaching winter. ഓക്കെ, ഈ സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സ്വാലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? യെസ്, അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ വരുന്ന വിൻ്ററിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്. സോ അവരുടെ കൂടെ ഈജിപ്തിലേക്ക് പോകാനായിട്ട് ധൃതി പിടിച്ച് പോകുകയാണ് സ്വാലോ. ബട്ട് ഹി ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ആൻഡ് ഹെൽപ്പ് ദ പ്രിൻസ്. പക്ഷേ അങ്ങോട്ട് പോകാതെ പ്രിൻസിനെ സഹായിക്കാനായിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന്, ഇവിടെ തന്നെ നിൽക്കാമെന്ന് ഡിസൈഡ് ചെയ്യാണ് നമ്മുടെ സ്വാലോ. ഇറ്റ് വാസ് ബിക്കമിങ് കോൾഡ് ബൈ ഡേ. ദിവസം കഴിയും തോറും തണുപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ? ബട്ട് സ്റ്റിൽ ദ സ്വാലോ സ്റ്റേഡ് വിത്ത് ദ പ്രിൻസ് ആൻഡ് ആക്റ്റഡ് ആസ് ഹിസ് മെസ്സഞ്ചർ. പക്ഷേ സ്വാലോ എന്താ ചെയ്യുന്നത്? പ്രിൻസിൻ്റെ കൂടെ അവിടെ നിന്ന് പ്രിൻസിൻ്റെ മെസ്സഞ്ചറായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. At last it became too cold and the swallow could not keep its body warm and dead. അവസാനം സ്വാലോക്ക് ആ തണുപ്പ് താങ്ങാനായിട്ട് പറ്റിയില്ല, അത് അവസാനം മരിക്കുകയാണ് ചെയ്തത്. This shows that the sacrifice of the swallow is great as he sacrificed his life for helping others. കാരണം ആ സ്വാലോ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവിടെ നിന്നിട്ട് അവസാനം അതിൻ്റെ സ്വന്തം ജീവൻ തന്നെ അതിന് കൊടുക്കേണ്ടി വന്നു അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റ് us റൈറ്റ്. നമുക്ക് എഴുതി നോക്കാം അല്ലേ? എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ ദ റിപ്പോർട്ടർ ഓഫ് എ ലോക്കൽ ഡെയിലി ഓഫ് ദി സിറ്റി. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ പുള്ളിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. നിങ്ങൾ അവരുടെ ആ ഹാപ്പി പ്രിൻസിൻ്റെ സിറ്റിയിലെ ഒരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് വിചാരിക്കാം. ഹാപ്പി പ്രിൻസിൻ്റെ ആ
എന്താ സ്റ്റാച്യു താഴെ ഇറക്കിയ ആ ഒരു ദിവസത്തെ ആ ഒരു ന്യൂസ് നിങ്ങളോട് ന്യൂസ് റിപ്പോർട്ടായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഹെഡ്ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഹാപ്പി പ്രിൻസ് പുൾ ഡൗൺ. ഹാപ്പി പ്രിൻസിനെ താഴെ ഇറക്കി. ദെൻ എന്തെഴുതണം? ഫസ്റ്റ് നമ്മളൊരു ഡേറ്റ് കൊടുക്കുക അല്ലേ. ദെൻ എങ്ങനെ എഴുതാം? പ്ലേസും വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സ്ഥലം ഏതാന്ന് വെച്ചാൽ അതും കൂടി നമ്മൾ കൊടുക്കാം. ഓക്കെ, ദെൻ എങ്ങനെ എഴുതാം? ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ് ഇൻ ദി ടൗൺ സ്ക്വയർ വാസ് പുൾഡ് ഡൗൺ യെസ്റ്റർഡേ ആസ് പെർ ദ ഓർഡർ ഫ്രം ദി മേയർ ഓഫ് ദി ടൗൺ. മേയറുടെ ഓർഡർ പ്രകാരം ഇന്നലെ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു എന്താണ്? താഴെ ഇറക്കി. The statue was removed as it was found to be no longer beautiful or useful. ആ സ്റ്റാച്യു മനോഹരവുമല്ല അതുപോലെ തന്നെ ഉപയോഗപ്രദവുമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് അത് ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചത്. During a visit by the mayor, he found that the ruby and sapphire stones and the gold coverings on the statue were missing and it has lost all its shining and glamour. മേയർ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? ആ സ്റ്റാച്യുവിലുള്ള റെഡ് റൂബി, അതുപോലെ അതിൻ്റെ സഫയർ ഐസ്, അതുപോലെ തന്നെ അതിനെ മൊത്തത്തിൽ ആ സ്വർണ്ണപ്പാളികൾ കൊണ്ട് കവർ ചെയ്തത്, അതെല്ലാം അതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയും ആ തിളക്കവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. A dead bird was also found near the feet of the statue which added to its shabby look. അതുപോലെ തന്നെ ഒരു മരിച്ച ഒരു ബേർഡ് ഈ സ്റ്റാച്യുവിൻ്റെ ഫീറ്റിനരികിലായിട്ട്, കാൽപാദത്തിനരികിലായിട്ട് കിടക്കുന്നതും കൂടി ആയപ്പോൾ ആ സ്റ്റാച്യുവിന് മൊത്തത്തിലൊരു വൃത്തികെട്ട ലുക്കായി മാറിയിട്ടുണ്ട് അല്ലേ. ഇറ്റ് ലുക്ക് എ ടീം ഓഫ് 100 വർക്കേഴ്സ് ടു പുൾ ഡൗൺ ദ ഹ്യൂജ് സ്റ്റാച്യു ആൻഡ് remove the column from the square. Many of the town residents were sad witnesses. ആ ഒരു പ്രതിമയും അതുപോലെ അത് നിൽക്കുന്ന ആ ഒരു സ്തൂപവും അവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ട്, എടുത്ത് കളയാനായിട്ട് എത്ര വർക്കേഴ്സ് ആവശ്യം വന്നു? 100 വർക്കേഴ്സ് ആവശ്യം വന്നിട്ടുണ്ട്. Many of the town residents were sad witnesses. ടൗണിലുള്ള ആളുകൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ദുഃഖത്തോടെയാണ് നോക്കിക്കണ്ടത്. Then next question, the swallow is an important character in the story. Describe the swallow in your own words. Swallow എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ, ഒരു കഥാപാത്രമാണ്. സോ നിങ്ങളോട് നിങ്ങളുടേതായ ഭാഷയിൽ ഈ സ്വാലോയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്, വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ബിഗിൻ ലൈക്ക്, നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദി സ്വാലോ ടുക്ക് ഷെൽട്ടർ അണ്ടർ ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. ആ സ്വാലോ ഹാപ്പി പ്രിൻസിൻ്റെ ആ സ്റ്റാച്യുവിന് താഴെയായിട്ടാണ് അത് അതിൻ്റെ ഷെൽട്ടർ അല്ലേ, അതിന് ഉറങ്ങാനായിട്ടൊരു സ്ഥലം കണ്ടെത്തിയത്. ദി സ്വാലോ വാസ് ഓൺ ഇറ്റ്സ് വേ ടു ഈജിപ്റ്റ് ടു ജോയിൻ ഹിസ് ഫ്രണ്ട്സ്. സ്വാലോ എവിടേക്കാണ് പോകുന്നത്? ഈജിപ്തിലേക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്താനായിട്ട് പോകുന്ന വഴിയാണ് അല്ലേ. He found that the prince was sad and felt sorry for him and decided to stay and help him. പിന്നീട് ആ പ്രിൻസ് സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കുകയും പ്രിൻസിൻ്റെ കൂടെ അവിടെ നിൽക്കാമെന്നും പ്രിൻസിനെ സഹായിക്കാമെന്നും സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. He acted as the messenger of the prince and thus helped many people. എന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രിൻസിൻ്റെ മെസ്സഞ്ചർ ആവുകയും ഒരുപാട് ആളുകളെ സഹായിക്കുകയും ചെയ്തു. Even though he wanted to fly and join his friends, he decided to stay back as he loved the prince deeply. ആ സ്വാലോക്ക് ഈജിപ്തിലേക്ക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തേണ്ട ആവശ്യം ഉണ്ടെങ്കിലും അതിന് പ്രിൻസിനോടുള്ള ഇഷ്ടം കാരണം അവിടെ തന്നെ പിന്നെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് വിൻ്റർ കെയിം ആൻഡ് ഹി കുഡ് നോട്ട് മോർ കീപ് ഹിസ് ബോഡി വാം ആൻഡ് ഫെൽ ഡെഡ് അറ്റ് ദ പ്രിൻസസ് ഫീറ്റ്. അവസാനം വിൻ്റർ വരികയും അവന് ആ സ്വാലോക്ക് അതിൻ്റെ ബോഡിയെ ചൂടായിട്ട് വാമായിട്ട് വെക്കാൻ കഴിയാത്തത് കാരണം അത് മരിക്കുകയും ആ പ്രിൻസിൻ്റെ കാലിന് ചുവട്ടിലായിട്ടത് മരിക്കുകയും ചെയ്തു. The story shows that the swallow was kind and good-hearted and sacrificed his life for others.
സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ആ സ്വേലോ നല്ല ദയയുള്ളതും അതുപോലെ തന്നെ നല്ല ഗുഡ് ഹേർട്ടഡ് ആണ് അല്ലേ, നല്ല ഒരു ഹൃദയം അതിനുണ്ട്. അതുപോലെ അത് അതിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് വൺ, ദി സ്വാലോ അപ്രോച്ച്ഡ് ദി മാച്ച് ഗേൾ. ഹി സ്ലിപ്പ്ഡ് ദ സഫയർ ഇൻ ടു ഹെർ ഹാൻഡ്സ്. ദി ഗേൾ ലുക്ക്ഡ് അറ്റ് ദി സ്വാലോ ഇൻ സർപ്രൈസ്. ആ സ്വാലോ എന്ത് ചെയ്തു, ആ മാച്ച് ഗേളുടെ അടുത്തേക്ക് എത്തിയില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, ആ സഫയർ ആ ഗേളിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ദി ഗേൾ ലുക്ക്ഡ് അറ്റ് ദി സ്വാലോ ഇൻ സർപ്രൈസ്. ഗേള് സർപ്രൈസ് ആയിട്ട് സ്വാലോയെ നോക്കി. ഇമാജിൻ ദെയർ കോൺവെർസേഷൻ ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ. അവർ തമ്മിലുണ്ടായിട്ടുള്ള കോൺവെർസേഷൻ, സംഭാഷണം ഇമാജിൻ ചെയ്തിട്ട് സങ്കല്പിച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ എഴുതാം? ഓക്കെ, ഫസ്റ്റ് മാച്ച് ഗേൾ ആണ്. വാവ്, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ഗ്ലാസ്. എന്താ പറയുന്നത്? ഇത് നല്ല ഭംഗിയുള്ള ഗ്ലാസിൻ്റെ പീസാണല്ലോ എന്ന് പറയാം അല്ലേ. അപ്പോൾ സ്വാലോ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് നോട്ട് ഗ്ലാസ്. ഇത് ഗ്ലാസ് അല്ല. ഇറ്റ് ഈസ് വാല്യുബിൾ സ്റ്റോൺ കോൾഡ് സഫയർ. ഇതെന്താണ്? നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു കല്ലാണ്, സഫയർ എന്നാണ് ഇതിനെ പറയുന്നത് അല്ലേ. ദെൻ അപ്പോൾ മാച്ച് ഗേൾ എന്ത് പറയുന്നു? വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുക അല്ലേ. അപ്പോൾ സ്വാലോ പറയുന്നു, ഇറ്റ് ഈസ് ഫ്രം ഹാപ്പി പ്രിൻസ്. ഇത് ഹാപ്പി പ്രിൻസിൻ്റെ അടുത്തു നിന്നാണ്. ഹി സെഡ് ടു മീ ടു ഗിവ് ഇറ്റ് ടു യു. ഹാപ്പി പ്രിൻസ് ആണ് എന്നോട് പറഞ്ഞത് ഇത് നിനക്ക് കൊണ്ടു തരാൻ. ദെൻ മാച്ച് ഗേൾ എന്ത് പറയുന്നു? ഐ വിൽ ഗിവ് ഇറ്റ് ടു മൈ ഫാദർ. ഹി വിൽ ബി സോ ഹാപ്പി. ഞാനിതിൻ്റെ ഫാദറിന് കൊണ്ടു കൊടുക്കും, അദ്ദേഹം ഒരുപാട് ഹാപ്പി ആകും. ദെൻ സ്വാലോ ആണ്, കീപ് ഇറ്റ്, സേവ് യുവർ ഹാൻഡ്സ്. എന്താ പറയുന്നത്? അത് കയ്യിൽ സൂക്ഷിച്ച് വെച്ചോ എന്ന് പറയാണ് അല്ലേ. ദ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിൻ്റർ വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. ദ സ്വാലോ വാണ്ടഡ് ടു ഗോ ടു ഈജിപ്ത്. ഓൾ ഹിസ് ഫ്രണ്ട്സ് വർ വെയിറ്റിംഗ് ഫോർ ഹിം ദർ. എന്താണ്? വിൻ്റർ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സ്വാലോക്ക് ഈജിപ്തിലേക്ക് പോകേണ്ടതുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവനവിടെ വെയിറ്റ് ചെയ്യണം. ബട്ട് ദി ഹാപ്പി പ്രിൻസ് വാണ്ടഡ് ഹിം ടു സ്റ്റേ. പക്ഷേ ഹാപ്പി പ്രിൻസ് സ്വാലോയുടെ അടുത്ത് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ദാറ്റ് നൈറ്റ് ദ സ്വാലോ സാങ്ക് ഇൻ ടു ഡീപ് തോട്ട്. ആ ദിവസം ആ രാത്രി എന്തുണ്ടായി? സ്വാലോ ഭയങ്കരമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. വാട്ട് കുഡ് ഹിസ് തോട്ട്സ് ബി? എന്തൊക്കെയായിരിക്കും സ്വാലോ ചിന്തിച്ചിട്ടുണ്ടാവുക? റൈറ്റ് ദം ഡൗൺ. അത് നിങ്ങളോട് താഴെ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, എന്താണ്? സ്വാലോയുടെ തോട്ട്സ് ആണ് അല്ലേ, ചിന്തകളാണ് എഴുതേണ്ടത്. ഓക്കെ, എന്തൊക്കെയായിരിക്കും? എഴുതി നോക്കാം അല്ലേ. ഓൾ മൈ ഫ്രണ്ട്സ് ആർ വെയിറ്റിംഗ് ഫോർ മീ ഇൻ ഈജിപ്ത്. എന്താണ്? എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ ഈജിപ്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ വാട്ട് റിപ്ലൈ ടു ഗിവ് ടു ദ പ്രിൻസ് ഇൻ ദ മോർണിംഗ്. എനിക്കറിയില്ല ഞാൻ പ്രിൻസിന് രാവിലെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന്. ഐ വാണ്ട് ടു ഹെൽപ്പ് ദ പ്രിൻസ്. എനിക്ക് പ്രിൻസിനെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. ബട്ട് ഹൗ വിൽ ഐ കീപ് മൈ ബോഡി വാം വെൻ ഇറ്റ് ബിക്കംസ് ടു കോൾഡ്. പക്ഷേ ഞാൻ എൻ്റെ ബോഡി എങ്ങനെ വാമായിട്ട് ചൂടായിട്ട് വെക്കും? ഈ വിൻ്ററൊക്കെ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ശരീരം വാമായിട്ട് വെക്കും എന്ന് പറയാം അല്ലേ. ഹൗ വിൽ മൈ ഫ്രണ്ട്സ് നോ ഐ ആം സ്റ്റേയിങ് ഹിയർ. എൻ്റെ ഫ്രണ്ട്സിന് എങ്ങനെയാണ് അറിയാൻ പറ്റുക ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന്? മേ ബി ഐ ഷുഡ് സ്റ്റേ ഫോർ എ ഡേ, ആക്ട് ആസ് ഹിസ് മെസ്സഞ്ചർ ആൻഡ് ഹെൽപ്പ് ദ ബോയ് ആൻഡ് മദർ ആൻഡ് ദെൻ ലീവ്. അല്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്താ പറയുന്നത്, പ്രിൻസിൻ്റെ മെസ്സഞ്ചറായിട്ട് ആ ബോയെ മദറിനെയും സഹായിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ. Then next, fifth question, the mayor decided to remove the statue of the happy prince. Do you agree to his decision? Write a letter to the mayor stating your opinion. എന്താണ്? ആ മേയർ ആ സ്റ്റാച്യു, ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു അവിടുന്ന് റിമൂവ് ചെയ്യാൻ, ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ തീരുമാനം എന്തായാലും അത് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മേയർക്ക് ഒരു ലെറ്റർ എഴുതണം. ഓക്കെ,
യെസ്, അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ മേയർക്കാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം, ഫോർമൽ ലെറ്ററാണ് എഴുതേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ അഡ്രസ്സ് എഴുതാം അല്ലേ. ഫ്രം എന്ന് എഴുതിയിട്ട് നമ്മുടെ നെയിമും അഡ്രസ്സും ഒക്കെ എഴുതാം. ദെൻ എന്ത് എഴുതണം, ഡിയർ മേയർ എന്ന് എഴുതണം അല്ലേ. എന്നിട്ട് എന്ത് എഴുതണം, സബ്ജക്റ്റ് അല്ലേ. എന്താണ് നമ്മൾ ഇതിൽ എഴുതുന്ന ആ ഒരു കണ്ടൻറ്റ്, വിഷയം എന്താണ്, ആ ഒരു വിഷയം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് എഴുതണം, റിഗാർഡിങ് ദ റിമൂവൽ ഓഫ് ദി സ്റ്റാച്യു ഓഫ് ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് എഴുതുന്നത് അല്ലേ. ദ ഡിസിഷൻ ഓഫ് pulling down the statue has affected the residents of the town in a bad way, as it had historical importance and attracted a lot of tourists. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു അവിടെ നിന്ന് താഴെ ഇറക്കുന്നതിനെ, അവിടെ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു തീരുമാനം അവിടെ അടുത്തുള്ള ജനങ്ങളെയൊക്കെ എന്താണ്, ബാഡായിട്ട്, ചീത്തയായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാണ് അല്ലേ. യെസ്, എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? യെസ്, അത് എന്താ, ഹാപ്പി പ്രിൻസിൻ്റെ ആ സ്റ്റാച്യു എന്ന് പറയുന്നത് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ അവിടേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ആ ഒരു സ്റ്റാച്യു. ആസ് എ റെസിഡൻറ്റ് ഓഫ് ദി ടൗൺ, I would like to bring to you notice that the removal of the statue has affected the source of income for many of us. ആ ടൗണിലുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് എന്താണ്, അവിടെയുള്ള ആ സ്റ്റാച്യു അവിടെ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ ഞങ്ങളിൽ ഒരുപാട് പേരുടെ വരുമാനം തന്നെ നഷ്ടമാകും എന്ന്. I wish you had ordered for a renovation instead of demolishing it. എന്താ പറയുന്നത്? ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആ ഒരു സ്റ്റാച്യുവിനെ റിനോവേറ്റ് ചെയ്യാനായിട്ട് അല്ലേ, ഒന്ന് പുതുക്കി പണിയാനായിട്ട് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ, ആജ്ഞാപിച്ചിരുന്നെങ്കിൽ എന്നല്ലേ. ഓൾ ഹോപ്പ് യു വിൽ ടേക്ക് സ്റ്റെപ്സ് ടു റീഇൻസ്റ്റേറ്റ് ദ സ്റ്റാച്യു വിത്ത് ഇറ്റ്സ് ഓൾഡ് ഗ്ലോറി ആൻഡ് എലഗൻസ്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആ ഒരു സ്റ്റാച്യുവിനെ അതിൻ്റെ പഴയ ആ തിളക്കത്തോടെയും പ്രൗഢിയോടെയും കൂടെ അതിനെ വീണ്ടും അവിടെ തന്നെ സ്ഥാപിക്കും എന്ന്. പ്ലീസ് ഡു ദ നീഡ്ഫുൾ ഫോർ ദി സെയിം. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്തു തരണം എന്ന് അപേക്ഷിക്കുകയാണ് അല്ലേ. യുവർ സിൻസിയർലി എന്ന് എഴുതാം. എന്നിട്ട് എന്താണ്, നെയിം, സൈൻ, പേരും ഒപ്പും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 6th question. Some people in the city decided to prepare a notice to be put up against the removal of the statue. എന്താണ്, ആ സിറ്റിയിലെ കുറച്ച് ആളുകൾ എന്ത് തീരുമാനിച്ചു? ആ സ്റ്റാച്യുവിനെ അവിടെ നിന്നും ഒഴിവാക്കുന്നതിനെതിരെയായിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പ്രിപ്പയർ ദി ലൈക്ലി നോട്ടീസ്. ആ നോട്ടീസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോട്ടീസ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മളൊരു ഹെഡ്ലൈൻ കൊടുക്കുക അല്ലേ. റീഇൻസ്റ്റാൾ ഹാപ്പി പ്രിൻസസ് സ്റ്റാച്യു. എന്താണ്, ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യുവിനെ റീഇൻസ്റ്റാൾ ചെയ്യുക അല്ലേ. വീണ്ടും അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാനായിട്ടാണ് പറയുന്നത്. ദെൻ എന്തെഴുതാം? വി സ്ട്രോങ്ലി പ്രൊട്ടസ്റ്റ് ദ റിമൂവൽ ഓഫ് ദ ഹാപ്പി പ്രിൻസസ് സ്റ്റാച്യു വിത്തൗട്ട് പ്രയർ നോട്ടീസ്. ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമ അവിടുന്ന് റിമൂവ് ചെയ്തതിൽ, അവിടുന്ന് ഒഴിവാക്കിയതിൽ ഒരു പ്രയർ നോട്ടീസ് പോലും തരാതെ, ഒരു മുൻകൂറായിട്ട് ഒരു നോട്ടീസ് പോലും തരാതെ അവിടെ നിന്നും റിമൂവ് ചെയ്തതിനെതിരെയായിട്ട് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട്, ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് പറയാണ് അല്ലേ. ഇറ്റ് വാസ് ദ ഐക്കൺ ഓഫ് ദ സിറ്റി ആൻഡ് വി ബിലീവ് ദാറ്റ് ദ പ്രിൻസ് വാസ് ഓൾവേസ് ഹാപ്പി. എപ്പോഴും ഹാപ്പി ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സിറ്റിയുടെ ഐക്കണാണ് ആ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്യു അല്ലേ. വി വർഷിപ്ഡ് പ്രിൻസ് ആൻഡ് സെറ്റ് എ റോൾ മോഡൽ ഫോർ അവർ ചിൽഡ്രൻ. ഞങ്ങൾ ആ പ്രിൻസിനെ ഒരുപാട് ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഒരു റോൾ മോഡലായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. നൗ ദ സിറ്റി സെൻറ്റർ ലുക്സ് ലൈക്ക് എ ഡെസേർട്ടഡ് പ്ലേസ്. ഇപ്പോൾ ആ സിറ്റി സെൻറ്റർ കാണുമ്പോൾ എന്തുപോലെയുണ്ട്? ഡെസേർട്ടഡ് പ്ലേസ് പോലെ, ഒരു മരുഭൂമി പോലെയാണ് ഉള്ളത്. വി ഡിമാൻഡ് ദ സ്റ്റാച്യു ഓഫ് ദ ഹാപ്പി പ്രിൻസ് ഷുഡ് ബി റീഇൻസ്റ്റാൾഡ്. ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ആ ഹാപ്പി പ്രിൻസിൻ്റെ ആ സ്റ്റാച്യുവിനെ അവിടെ റീഇൻസ്റ്റാൾ ചെയ്യാനാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്.
വി വിൽ കണ്ടിന്യൂ അവർ പ്രൊട്ടസ്റ്റ്. ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. സ്ട്രോങ്ലി, വളരെ ശക്തമായിട്ട് തന്നെ. ടിൽ അവർ ഡിമാൻഡ് ഈസ് മെറ്റ്, ഞങ്ങളുടെ ഡിമാൻഡ്, ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സോ അതിന് താഴെ നമ്മൾ ഡേറ്റ് കൊടുക്കുക, അതുപോലെ പ്യൂപ്പിൾ ഫോമും കൊടുക്കുക.